ഒരുപാട് ട്രെൻഡുകൾക്ക് തുടക്കം കുറിച്ച സംവിധായകരിൽ ഒരാളാണ് ആഷിഖ് കപൂർ. ആഷിഖ് കപൂറിൻ്റെ എൻ്റെ നിഗമനവും എൻ്റെ വിലയിരുത്തലൊക്കെ എൻ്റെ പേഴ്സണലാണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മാന്യമായ രീതിയിലുള്ള സംവാദങ്ങൾ പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് സിനിമകളിലൂടെ ആഷിഖ് കപൂർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ആഷിഖ് കപൂർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ തുടരെ ഇറങ്ങിയിരിക്കുന്ന കുറേ കാലത്തെ സിനിമകളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഫിനാൻഷ്യലി അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലൊക്കെ പരിഗണിക്കപ്പെടാതെ പോയ സമയങ്ങളുണ്ട്. പക്ഷേ ഒരു കാലഘട്ടങ്ങളിൽ ആഷിഖ് കപൂർ നല്ലൊരു ട്രെൻഡ് സെക്ടറായി മാറുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ നടന്മാർ പറയും ഇയാളുടെ കംബാക്ക് ആണ്, ഇല്ല ആ നടൻ കംബാക്ക് വരുന്നു എന്നൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ടാവും. പക്ഷേ ആഷിഖ് കപൂർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ എനിക്ക് കറക്റ്റ് ഞാനൊരു പേഴ്സണലി ഞാൻ പറയട്ടെ, ഒരു കറക്റ്റ് റിവ്യൂവറൊന്നുമല്ല. എനിക്ക് സിനിമ കണ്ടിട്ട് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ത് തോന്നുന്നുള്ള പരിപാടികളെ നമ്മൾ നോക്കാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ആഷിഖ് കപൂറിനെ DOPയും ചെയ്തേക്കാൻ തോന്നുന്നു. ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ ശ്യാം പുഷ്കരൻ അവരൊക്കെ കൂടിയ ഒരു മിങ്കിളിങ് ആണ്, സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ആഷിഖ് കപൂറിൻ്റെ മേക്കിങ് പൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആഷിഖ് കപൂറിൻ്റെ ഒരു കിഡിലൻ കംബാക്ക് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമേനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടു. കിഡിലൻ മാന്യമായ രീതിയിൽ കണ്ടിരിക്കാനുള്ള സിനിമ അതിൻ്റെ അകത്തുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ക്രിട്ടിക്സ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഇവിടെ ഇതേ ഒരു പാറ്റേണിലൊക്കെ ഒരു സിനിമ വന്നിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം പല റിവ്യൂവേഴ്സൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനൊരു പരിപാടി ഉണ്ടാകുന്ന പറഞ്ഞ പോലെ തന്നെ ഫിജി ഫിലിമിൽ ഷൂട്ട് ചെയ്ത പോലെ തന്നെ ഒരു വിൻറ്റേജ് വൈബ്, വിൻറ്റേജ് കാലഘട്ടത്തിലെ കിഡിലൻ മേക്കിംഗ് സിനിമ, കിഡിലൻ BGM, പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ഇതിൽ സൂപ്പർ സ്റ്റാറുകളൊന്നുമല്ല, മികച്ച നടന്മാർ. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ. നിങ്ങൾ ആലോചിക്കണം, ആഷിഖ് കപൂർക്ക് ഒരു പാറ്റേൺ മാറ്റുന്ന രീതിയിലേക്കൊക്കെ ഒരു സ്റ്റാർ സെറ്റപ്പുകളില്ലാതെ, നല്ല നടന്മാരുണ്ട് എന്നാൽ സ്റ്റാർ സെറ്റപ്പുകളില്ലാതെ ആർക്കും ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ കഴിവ് വേണം. അതുപോലെ തന്നെ എനിക്ക് മാത്രമല്ല തിയേറ്ററിൽ വന്നിരുന്ന ഓൾമോസ്റ്റ് ആളുകളൊക്കെ ഹാപ്പിയാണ്. റൈഫിൾ ക്ലബ്ബ് നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. ഒരിക്കലും നിങ്ങൾക്ക് ഈ സിനിമ ഒരു OTT വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ ആ BGMലും കാരണം ഫുള്ള് ഫയറിങ്, അതിന് ആ പേരിൽ തന്നെ ഒരു റൈഫിൾ പരിപാടികളുണ്ട്. വിജയരാഘവനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഉണ്ണിമായ, ദർശന, പിന്നെ അഗസ്ത്യ, അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് ഏറ്റവും എടുത്തു പറയുന്നത് നമ്മുടെ വിനീത് കുമാർ സ്ക്രീനിലൊക്കെ വേറെ ലെവൽ ലുക്കിലുട്ടോ. പുള്ളീനെയൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകളിലൂടെ എക്സ്പ്ലോർ ചെയ്യിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. കാരണം പുള്ളിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഏജിൻ റിവേഴ്സ് ഗിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചുള്ള് സെറ്റപ്പിലാണ് പടത്തിൽ നിൽക്കുന്നത്. വേറെ ലെവലായിട്ട് വിനീത് കുമാറൊക്കെ. ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞൊരു റാപ്പ്, അല്ലെങ്കിൽ ലോകം മൊത്തം, സൗത്ത് ഇന്ത്യ അല്ല, നോർത്ത് ഇന്ത്യ അല്ല, ഇന്ത്യ അല്ല, വേൾഡ് വൈഡ് ഒരു റാപ്പിലൂടെ ഒരു വമ്പൻ ഒരു ട്രെൻഡായി മാറിയ ഹനുമാൻ കൈൻഡിൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ് ഇൻട്രോ വേറെ ലെവലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇൻട്രോ ഒരു സിനിമയിൽ കിട്ടണമെങ്കിൽ കുറച്ചൊരു കഴിവും അതിലൊരു ലക്കും ഭാഗ്യവും പുള്ളിയുടെ സമയമെന്ന് തോന്നുന്നു. ഹനുമാൻ കൈൻഡ് പൊളിച്ചെടുക്കിയിട്ടുണ്ട്. അനുരാഗ് കശ്യപ് വേറെ ലെവൽ ആക്ടറാണ്. പുള്ളിക്കും ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വേഷവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാപ്പിയാണ്. പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇപ്പോഴും പറയാണ്, വിനയത്തോടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആഷിഖ് കപൂറിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമകളിൽ ഒന്ന് റൈഫിൾ ക്ലബ്ബ് ഉണ്ടാവും. നൈസ്.